ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവചനകാരുടെ ശ്രോതാക്കൾക്ക് വന്ദനം. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുവാനുള്ള അനുഗ്രഹം തന്ന അത്യുന്നതനായ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് അല്പനേരം നമുക്ക് ചിന്തിക്കാം. ഹെബ്രായർ 11:3 ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. വിശ്വാസം മൂലമാണ് ആബേൽ കയന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചത്. അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. മാർക്കോസ് 11:24 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ മാർക്കോസ് 5:21 യേശു ജൈറോസിന്റെ മകളെ സുഖപ്പെടുത്തുവാൻ പോകുമ്പോൾ 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി ചികിത്സിച്ചിട്ടും ഭേദമാകാതെ എന്ന് മാത്രമല്ല, അവളുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയാണ് ഉണ്ടായത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ യേശുവിന്റെ പിന്നിൽ ചെന്ന് അവന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു. തൽക്ഷണം രോഗവിമുക്തിയായിരിക്കുന്നു എന്ന് ശരീരത്തിൽ അവൾക്ക് അനുഭവപ്പെട്ടു. യേശുവാവട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിക്കുന്നു, ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ ചോദിക്കുന്നു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും എന്നെ സ്പർശിച്ചത് ആരാണെന്ന് നീ ചോദിക്കുന്നുവോ? വീണ്ടും യേശു ആരാണത് ചെയ്തതെന്നറിയാൻ ചുറ്റും നോക്കുകയാണ്. പാവം സ്ത്രീ ഭയന്ന് വിറച്ച് യേശുവിന്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറയുന്നു. യേശു അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. കണ്ടോ, യേശുവിന്റെ വസ്ത്രത്തിന് പോലും അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നവളുടെ വലിയ വിശ്വാസം. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലുള്ള വിശ്വാസമാണ് നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. ജൈറോസിന്റെ ഭവനത്തിൽ എത്തുന്നതിന് മുമ്പ് ചിലർ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഇനി ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കണം? അത് കേട്ട് യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ വലിയ ബഹളവും കരച്ചിലും ഒക്കെ കേട്ടപ്പോ യേശു അവരോട് പറയുന്നു, എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുന്നതും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അത് കേട്ട് അവർ യേശുവിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. യേശു അവളുടെ അടുത്ത് ചെന്ന് കൈക്ക് പിടിച്ച് ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അങ്ങനെ അവരുടെ ദുർബലമായ വിശ്വാസത്തെ യേശു ശക്തിപ്പെടുത്തുന്നുണ്ട്. വീണ്ടും മർക്കോസ് 9:14 മുതലുള്ള തിരുവചനങ്ങളിൽ പിശാച് ബാധിച്ച ഒരു മകനെയും കൊണ്ട് ഒരു പിതാവ് യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അതിനെ ബഹിഷ്കരിക്കാൻ അവർക്ക് കഴിയാഞ്ഞതുകൊണ്ട് വിശ്വാസമില്ലാത്ത തലമുറയെ എന്ന് വിളിച്ചുകൊണ്ട് യേശു അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കുട്ടിയുടെ പിതാവ് യേശുവിനോട്, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ആ പിതാവിന്റെ അവിശ്വാസം പരിഹരിക്കുകയും കുട്ടിയിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന യേശു മാർക്കോസ് 9:42 വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്ന് പറയുന്നു. ഹെബ്രായർ 12:1 നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഈ സാക്ഷികളുടെ സമൂഹം എന്ന് നമുക്ക് നോക്കാം. ഹെബ്രായർ 11:7 നോഹയുടെ വിശ്വാസം. ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിക്കുന്നു. അതുമൂലം നോഹ നീതിയുടെ അവകാശിയാവുകയും ചെയ്തു. 11:11 അബ്രഹത്തിന്റെ വിശ്വാസം നമുക്കറിയാം. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട് പ്രായം കഴിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അങ്ങനെ ഇസഹാക്കിനെ കിട്ടുന്നു. എന്നിട്ടോ ഒരു ദിവസം ദൈവം അബ്രഹത്തെ പരീക്ഷിക്കുന്നുണ്ട്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അല്പം പോലും മടിച്ചു നിൽക്കാതെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ബലിക്കുള്ള വിറക് ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു.
കത്തിയും തീയും അബ്രഹാം തന്നെ എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാവേ, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറയുന്നു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തുന്നു. കുതറി ഓടാതെ ശാന്തമായി കിടക്കുന്ന മകൻ. പിതാവിന്റെ വിശ്വാസം മകനിലേക്ക് പകരപ്പെട്ടിരിക്കുന്നു. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാത്തിന്റെ വലിയ വിശ്വാസത്തിന് കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന്. ഇതാണ് നമുക്ക് ചുറ്റുമുള്ള സാക്ഷികളുടെ വലിയ സമൂഹം. തീർന്നില്ല, സമയം പരിമിതമായതുകൊണ്ട് നിർത്തുകയാണ്. അതിനാൽ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന്റെ അതിനാഥനായ യേശുവിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.